ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു നെല്ലിക്കയുടെ അച്ചാറാണ്. അതിനായി 1.5 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവിയൊന്നും കയറ്റാതെ അതിൻ്റെ ഗുണമൊന്നും കളയാതെ പച്ചയായിട്ട് തന്നെ അച്ചാറിടാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു തുണിയിൽ ഫുള്ള് ഒട്ടും വെള്ളമയമില്ലാതെ നമുക്ക് തുടച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത നെല്ലിക്കയാണ്. അത് നമുക്കിതിലോട്ട് ഇടാം. ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഇടുന്നത്. കുറച്ച് ഉപ്പിടാം. എനിക്ക് ആവി കയറ്റി അതിൻ്റെ ഗുണമൊന്നും കളയാതെ വേണം നമുക്കിതൊന്ന് അച്ചാറിടാനായിട്ട്. ഇനി കുറച്ച് കായപ്പൊടി കൂടെ ഇതിലിട്ട് വയ്ക്കാം. കായപ്പൊടി കുറച്ച് ഇതിലിട്ട് വയ്ക്കാം. ഇനി പിന്നീട് നമുക്ക് മുളക് എല്ലാം ചേർക്കുന്ന സമയത്ത് ബാക്കി കൂടെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. രണ്ട് ദിവസം നമുക്കിതുപോലെ വയ്ക്കാം. വെച്ചതിന് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ഉപ്പ് പിടിച്ച് നല്ല മണവും ഗുണവും എല്ലാം ഇതിൽ ഇറങ്ങിക്കിടക്കും. നെല്ലിക്ക നന്നായിട്ട് കട്ട് ചെയ്ത് ഉപ്പും കായും ഇട്ട് വെച്ചിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഇനി നമുക്കിത് അച്ചാറിടാൻ നോക്കാം. 1.5 ടീസ്പൂൺ കടുക് വറുത്ത് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ നാരങ്ങയിലോട്ട് ഇടാം. ഒന്നൊന്ന് മിക്സ് ചെയ്യാം. ഇനി അച്ചാർ ഇടാനായിട്ട് നോക്കാം. ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഒരു 50 ഗ്രാം വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. ഞാൻ ഇതിലിട്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. കൂടെ ചതയ്ക്കാം. നമുക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇടാം. കടുക് ഇടണ്ട. കടുക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണ്ട. ഇത് ആദ്യം വെളുത്തുള്ളി ഇടാം. ഇട്ടൊന്ന് ചെറുതായിട്ട് ആ പച്ചമണം അങ്ങ് മാറിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇടാം. ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് കട്ട് ചെയ്തതാണ്. അതെ, അതൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇനി കറിവേപ്പില ഇടാം. ഇനി തീ അങ്ങ് സിമ്മിലാക്കാം. സിമ്മിലാക്കിയതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇടാം. നേരത്തെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ഒരല്പം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നെല്ലിക്ക ആദ്യം ഉപ്പിട്ട് വെച്ചിരുന്ന സമയത്ത് ഞാൻ അത് വിട്ടുപോയായിരുന്നു പറയാൻ. ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇതിലേക്കൂടെ ഇടാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടാം. ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കണ്ട. ഇനി കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി കുറച്ച് വിനീഗർ ഒഴിക്കാം. ഒരു 1/4 കപ്പ് വിനീഗർ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടാം. ഇത് നല്ലോണം തിളക്കട്ടെ. ഇനി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ഇടാം. ലാസ്റ്റാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഓഫ് ചെയ്യാം.
ഉള്ള താളിച്ച ആ കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെല്ലിക്ക ഇതിലോട്ടിടാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി മണവും രുചിയും ഒക്കെയുള്ള നല്ല അടിപൊളി നെല്ലിക്ക അച്ചാറാണ്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ ആവി കയറ്റി കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഗുണമെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എല്ലാവരും ഇതേ വിധത്തിലൊന്ന് നിങ്ങളുണ്ടാക്കി നോക്കണം കേട്ടോ. ചോറൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വേറെ ഒരു കറികളൊന്നും ഇല്ലാതെ നമുക്ക് ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. ഓക്കേ, ബൈ ബൈ. സൂപ്പർ.